എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഉത്തരവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു സെഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായി ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇതെല്ലാം തന്നെ അങ്കണവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളാണ്. ആയതുകൊണ്ട് ഇതൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. ഇനി ഉത്തരവിലേക്ക് കിടക്കാം. 19-ാം തീയതി ഓഗസ്റ്റ് മാസം വന്ന ഉത്തരവാണ്. ഇതിൽ പറയുന്നത്, ആരോഗ്യ വകുപ്പ് നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പുമായി സഹകരിച്ചു കൊണ്ട് തന്നെ അങ്കണവാടികളിലെ കുട്ടികൾക്ക് ത്രൈമാസ മെഡിക്കൽ ചെക്കപ്പ് സംവിധാനം ഉറപ്പാക്കണം എന്നുള്ള ഉത്തരവാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അങ്കണവാടിക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മൾ സ്വീകരിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് ഏകോപിപ്പിക്കേണ്ടത് എന്നുള്ളതൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. അതായത് 2026 സെപ്റ്റംബർ മാസം 1-ാം തീയതി, അതായത് ഇനി വരുന്ന 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെയാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ അങ്കണവാടികളിൽ തുടക്കം കുറിക്കേണ്ടത്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. തുടർന്ന് ഓരോ 3 മാസത്തിലൊരിക്കലെങ്കിലും അങ്കണവാടികളിലെ കുട്ടികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ വഴി മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതിന് ഒരു ടീമിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. JAKAAM സബ് സെൻറ്ററിൻ്റെ ടീമിനെയാണ് ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. അതിൽ ഒരു ടീമുണ്ട്. അത് JPHN, JHI, MLSP തുടങ്ങിയിട്ടുള്ളവരാണ് ഇതിൻ്റെ ടീമാവുന്നത്. ആ ഓരോ സബ് സെൻറ്ററിൻ്റെയും കീഴിലുള്ള അല്ലെങ്കിൽ പരിധിയിലുള്ള അങ്കണവാടികളിലെ കുട്ടികളെ ഈ ഒരു ടീം പരിശോധിക്കും. വൈകല്യമോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ കണ്ടെത്തുന്ന പക്ഷം പ്രസ്തുത കുട്ടികളെ രക്ഷിതാക്കളുടെ അനുമതിയോടുകൂടി ബന്ധപ്പെട്ട കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലോ CHCയിലോ ഇത്തരത്തിലുള്ള കുട്ടികളുടെ മെഡിക്കൽ ഓഫീസർക്ക് റെഫർ ചെയ്യുമെന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ആശുപത്രിയിലെത്തുന്ന പ്രസ്തുത കുട്ടികളെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുകയും ആവശ്യമായ ചികിത്സ ലഭ്യമാക്കണമെന്നുള്ള നിർദ്ദേശം കൂടെ ഈ ഉത്തരവിലുണ്ട്. അതുകൂടാതെ തന്നെ ആവശ്യമുള്ള പക്ഷം തുടർ ചികിത്സയ്ക്കായി ഹയർ സെൻറ്ററിലേക്ക് റെഫർ ചെയ്യണമെന്നുള്ളതും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരു അംഗൻവാടി പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതിനകത്തേക്ക് വരുന്നില്ല. ഇതിനെല്ലാം ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടീമുണ്ട്. ആ ടീം ആരോഗ്യ വകുപ്പിൻ്റെ ടീമാണ്. അവരാണ് ഈ കാര്യങ്ങളൊക്കെ കുട്ടികളിലേക്ക് എത്തി പരിശോധിച്ച് അത്തരത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നത്. അത് കണ്ടെത്തിയതിന് ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ആ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം വരെ നമ്മളെ ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാരണം അവർ അങ്കണവാടിയിലേക്ക് തന്നെ എത്തുകയാണ്. അങ്കണവാടിയിലെത്തി കുട്ടികളെയൊക്കെ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുള്ളൂ. എന്നാൽ ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിക്കൊണ്ട് ഒരു അങ്കണവാടി ടീച്ചർക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഇനി നമ്മൾ വിശദീകരിക്കുന്നത്. കൃത്യമായി അറിഞ്ഞിരിക്കുക. നമ്മളെ പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനകത്ത് നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ കുട്ടികളെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികളെയൊക്കെ രജിസ്റ്റർ ചെയ്തതിനോടൊപ്പം തന്നെ ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നമ്മൾ പോഷൻ ട്രാക്കറിനകത്തേക്ക് അടയാളപ്പെടുത്തി പോകുന്നുണ്ട്. അതിൽ വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ HCM കൊടുക്കുന്നതായിക്കോട്ടെ, മോർണിംഗ് സ്നാക്സ് ആയിക്കോട്ടെ, ഹാജർ നില ആയിക്കോട്ടെ, THR ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു രജിസ്റ്റർ കൂടെ നമ്മൾ പോഷൻ ട്രാക്കറിനകത്തുണ്ട്. അതാണ് റെഫറൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള മെഡിക്കൽ ചെക്കപ്പിന് വിധേയമാവുന്ന ഓരോ കുട്ടികൾക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അടുത്ത ഘട്ടത്തിലേക്ക് ഈ പറയുന്ന ടീം എത്തിക്കുന്ന സമയം എല്ലാ കാര്യങ്ങളും പോഷൻ ട്രാക്കറിലെ റെഫറൽ രജിസ്റ്റർ എന്നുള്ള ആ രജിസ്റ്ററിനകത്ത് പോഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓരോ സമയങ്ങളിലും കൃത്യമായ തീയതിയിലും മാർക്ക് ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു വൈകല്യമുണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ ആ കുട്ടിയെ നമ്മൾ മാർക്ക് ചെയ്യണം. വൈകല്യം കൃത്യമായി കണ്ടെത്തി അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന സമയം ഏത് തീയതിയിലാണോ ഈ ടീം നമ്മൾ മെഡിക്കൽ ഓഫീസറിലേക്ക് റെഫർ ചെയ്യുന്നത് ആ സമയം നമ്മൾ ആ തീയതി മാർക്ക് ചെയ്യണം. അവിടെ എന്തൊക്കെ സേവനങ്ങളാണ് കൊടുത്തത് എന്നുള്ളത് മാർക്ക് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നിങ്ങളിലേക്ക് നമ്മൾ അടുത്ത സെഷനിൽ എത്തിക്കും. ഇപ്പോഴത്തെ ഉത്തരവ് എന്താണ് എന്നുള്ളത് മാത്രമേ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളൂ. ആ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ളതും നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കൃത്യമായി ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഭാഗമായിക്കൊണ്ട് റെഫറൽ ചെയ്യുന്ന കുട്ടികൾ നിങ്ങൾ അങ്കണവാടിയിൽ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെയാണ് പോഷൻ ട്രാക്കറിനകത്ത് റെഫറൽ രജിസ്റ്ററിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി അടുത്ത സെഷനിൽ തന്നെ വിവരിക്കും. അപ്പോൾ നമ്മൾ ഈ ഉത്തരവ് അറിയാതെ ഒരിക്കലും ടീച്ചേഴ്സ് മുന്നോട്ട് പോകരുത്. സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെയാണ് ഇതിൻ്റെ ആദ്യഘട്ടം നമ്മൾ തുടങ്ങുന്നത്. ആയതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ ടീമിനെ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. എന്ത് തന്നെയാണെങ്കിലും എല്ലാ അങ്കണവാടികളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ പോകരുത്. നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. പരമാവധി ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി നേതൃത്വം കൊടുക്കണം. താങ്ക്